ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പൊതിച്ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതിച്ചോറിന് പറയാൻ കുറേ കഥകളുണ്ട് അല്ലേ? നമ്മുടെ ചെറുപ്പകാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന പഴമയുടെ കുറേ ഓർമ്മകൾ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ കുടുംബങ്ങളുടെ ഒരു മണമാണ് പൊതിച്ചോറിന് അല്ലേ? എത്രയോ കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് സന്തോഷത്തോടെ നമ്മൾ ഈ പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ പൊതിച്ചോറിലേക്ക് ആവശ്യമായതൊക്കെ എന്തൊക്കെയായിരുന്നു? അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വാഴയില കഴുകി ഉണക്കി വാട്ടിയെടുത്ത് അതിലേക്ക് ചോറ്, സാമ്പാർ, അവിയൽ, പുളിയിഞ്ചി, പപ്പടം, സാലഡ് ഇതെല്ലാം ചേർക്കുന്നുണ്ട്. പപ്പടമൊക്കെ പൊടിച്ച് വാഴയിൽ പൊതിഞ്ഞ് അങ്ങനെ എടുത്ത് ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോഴാണ് അത് തുറന്നു നോക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. പഴമയുടെ ഓർമ്മകൾ ആ പൊതിച്ചോറ് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വളരെ ഓർമ്മകൾ ഇങ്ങനെ കടന്നുപോയി. ബാല്യം മുതലുള്ള എൻ്റെ ഒത്തിരി ഓർമ്മകൾ, കുറേ മുഖങ്ങൾ, ഒരുപാട് കാലമായിട്ട് ഓർക്കാതിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് തെളിയാതിരുന്ന നമ്മുടെ സൗഹൃദങ്ങൾ, പഴയകാല കളികൾ, ചങ്ങാത്തങ്ങൾ, സംസാരങ്ങൾ എല്ലാം ഇങ്ങനെ മിന്നി മറഞ്ഞുപോയി. ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നമ്മുടെ ഓർമ്മകളെ തട്ടി ഉണർത്താനെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളുടെ ആ ഒരു പൊതിച്ചോറ് മണം ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ബാല്യത്തിലേക്കും ആ സൗഹൃദങ്ങളിലേക്കും തിരിച്ചു പോകാൻ കൊതിക്കുന്നുണ്ട്. ഒരിക്കലും കഴിയില്ലെങ്കിലും